നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഒരു അറുതി വരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ലോകരാജ്യങ്ങൾ. തുടക്കം മുതൽ തന്നെ ഈ പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഗാസയിൽ നടക്കുന്ന സിവിലിയൻ മരണങ്ങളിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നുമുണ്ട് അമേരിക്ക. ഇപ്പോൾ പുറത്തുവരുന്ന നിർണായകമായ വിവരം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. ജൂലൈ 24-നാകും നെതന്യാഹു സംയുക്ത യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിൽ സംസാരിക്കാൻ US കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞയാഴ്ച നെതന്യാഹുവിനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യം നെതന്യാഹുവും സ്ഥിരീകരിക്കുകയുണ്ടായി. ഏവരും ഉറ്റുനോക്കുകയാണ് അമേരിക്കയിലെത്തുന്ന നെതന്യാഹു എന്താണ് പറയുന്നത് എന്ന കാര്യം. US കോൺഗ്രസിന് മുൻപാകെ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്നും രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ ജനതയുടെയും ലോകത്തിന്റെയും മുന്നിൽ സത്യം അവതരിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം മറ്റു വാർത്ത കൂടി നോക്കാം. ലെബനനുമായി അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഇസ്രായേൽ. സംഘർഷം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പറഞ്ഞു. ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ 8 മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവയ്പ് നടത്തുകയാണ്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി റിസർവിസ്റ്റ് കൊല്ലപ്പെട്ടു. ഇതോടെ ഇസ്രായേൽ ഭാഗത്ത് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 19 ഉയർന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് 35 കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ആക്രമണം നടത്തിയത്. അതിനിടെ 120 കിലോമീറ്ററിലധികം വടക്കുള്ള ലെബനന്റെ പ്രദേശങ്ങൾ ഇസ്രായേലും ലക്ഷ്യമാക്കി. ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച് സിറിയയുടെ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ സൈനിക ബാരക്കുകൾ ആക്രമിച്ചതായി ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. അയൺ ഡോം റഡാറിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇസ്രായേൽ സൈനികർക്കിടയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ കാട്ടുതീക്ക് കാരണമായി. ലെബനനുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ സംഘർഷം ഓരോ നിമിഷവും കനക്കുകയാണ്. ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക് പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982-ലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.